ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. RSS മേധാവിയുടെ പരിപാടിയിൽ സംസ്ഥാനത്തെ 3 VC-മാർ പങ്കെടുത്തത് വിവാദമാകുന്നു. VC-മാർ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിവൃത്തിയില്ലാതെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കബളിപ്പിക്കുന്നുവെന്ന് BJP. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കം. ജില്ലാതല ഉദ്ഘാടനം മാളയിൽ മന്ത്രി OJ ജനേഷ് നിർവഹിക്കും. ഗുരുവായൂർ ക്ഷേത്ര നഗര വികസനം ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം തിങ്കളാഴ്ച. പ്രതീക്ഷയുടെ ഗുരുഭവനപുരി. തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടാകുമെന്ന് പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന സ്വയം വിമർശനം ഉൾക്കൊണ്ട് തെറ്റിദ്ധരുത്തി മുന്നോട്ടു പോകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്ര നിർമ്മാണ രംഗത്ത് സുപ്രധാന പങ്കുവഹിക്കുന്ന വനിതകളുടെ പ്രാതിനിധ്യം പാർലമെന്ററി മേഖലയിൽ കുറയുന്നത് ദൌർഭാഗ്യകരമാണെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട്. വീണ്ടും ഒരു ലോകകപ്പ് സ്വപ്നവുമായി ജർമ്മനി എന്ന ആദ്യ മത്സരത്തിനിറങ്ങുന്നു. 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ നേരിടുന്നത് ക്യുറസാവോയ. മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ സമനിലയിൽ തളച്ച് മൊറോക്കോ. എരുമപ്പെട്ടി മുട്ടിക്കലയിൽ ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്ക്. അപകടം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന്. വിശദാംശങ്ങളിലേക്ക്. RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് വിവാദമായി. RSS പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൌരവതരമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. VC-മാർക്ക് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിലൂടെ പൊതുസമൂഹത്തിന് VC പദവിയോടുള്ള ആദരവാണ് ഇവർ കളഞ്ഞുകുളിച്ചതെന്നും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ മാപ്പ് പറയണമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന നിവൃത്തിയില്ലാതെയാണെന്നും MV ഗോവിന്ദൻ. 3 സർവകലാശാല വൈസ് ചാൻസലർമാർ സംഘാടകരെ പോലെ RSS നേതാവ് മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് അത്യന്തം ഗൗരവതരമാണ്. എന്നാൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും മിണ്ടുന്നില്ല. സർക്കാർ RSSന് പൂർണ്ണമായും കീഴ്പ്പെട്ടു. മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവർ ഇതിനെയെല്ലാം ശക്തമായി എതിർക്കുമെന്ന് MV ഗോവിന്ദൻ തൃശൂരിൽ പറഞ്ഞു. ഈ RSSന്റെ നേതാക്കന്മാരെയെല്ലാം പ്രമുഖരായ പ്രവർത്തകരെയെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും ശ്രദ്ധേയമായ തലങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ നിശ്ചയിച്ചതിനെതിരായി ഒരക്ഷരം പറയാൻ ഞാൻ ഒരുക്കമല്ല എന്ന നിലപാടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ഇവരെല്ലാം RSS വൽക്കരിക്കാൻ വേണ്ടി, ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തുമ്പോൾ അതിന് പൂർണ്ണമായും മൗനാനുവാദം കൊടുക്കുകയും ഗവർണർക്കൊപ്പം മുന്നോട്ടേക്ക് നീങ്ങുകയും ചെയ്ത സമീപനമാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ടും കാവ്യവൽക്കരിക്കാൻ വേണ്ടി, RSS വൽക്കരിക്കാൻ വേണ്ടി, ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടന്നാൽ അതിനെ കേരളത്തിലെ ജനങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കേണ്ട കാര്യമില്ല, അവരെല്ലാം ശക്തിയായിട്ട് അതിന് എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ എതിർപ്പ് ശക്തിപ്പെട്ടു വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു വഴിയാണ് മാപ്പ്. TCV തൃശൂർ. കേരളത്തിലെ സർവകലാശാല ചട്ടങ്ങളും വിദ്യാഭ്യാസ നിയമങ്ങളും VC-മാർ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നത് വിലക്കിയിട്ടില്ലെന്നിരിക്കെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് BJP നേതാവ് V മുരളീധരൻ MLA പറഞ്ഞു. BJP ജില്ലാ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് തെറ്റാണെന്ന് പറയുന്നതെന്ന് മുരളീധരൻ ചോദിച്ചു. പ്രധാനമന്ത്രിയും പല കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ സ്വയം സേവകരാണ്. അവർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് പറയാനാകുമോ എന്നും മുരളീധരൻ ചോദിച്ചു. ശ്രീ VD സതീശന്റെ പാർട്ടിയെ നമുക്കറിയാം. ഈ നാട്ടിൽ ജനാധിപത്യം ഇല്ലാതാക്കി നൂറുകണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് ഒരു തരത്തിലുള്ള
കോടതി നടപടികളോ വിചാരണയോ നടത്താതെ ജയിലിലിട്ട ഒരു പാർട്ടിയാണ്. അടിയന്തരാവസ്ഥക്കാലം നടപ്പിലാക്കിയ അങ്ങനെ ഒരു പാർട്ടിയാണ് ശ്രീ വി ഡി സതീശൻ്റെ പാർട്ടി. അപ്പോൾ ഇനി ഈ തരത്തിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കാൻ പാടില്ല എന്നിരിക്കട്ടെ. കോടതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. അവർ വല്ല ചട്ടലംഘനവും നടത്തിയിട്ടുണ്ട്, നിയമവിരുദ്ധമായിട്ടാണ് RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളത് ആണെങ്കിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കണം, അദ്ദേഹം മാപ്പ് പറയണം എന്നൊക്കെയാണ് വൈസ് ചാൻസലർമാരോട് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാണ് ജനങ്ങളോട് മാപ്പ് പറയേണ്ടത്. മുഖ്യമന്ത്രി വൈസ് ചാൻസലർമാരെ കുറിച്ച് പറഞ്ഞ വാചകം ഞാൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് വൈസ് ചാൻസലർമാരോട് പൊതുവെ ആദരവുള്ള ഒരു സമൂഹമാണ് കേരളം എന്നാണ്. മുഖ്യമന്ത്രിമാരോടും കേരളീയ സമൂഹത്തിന് പൊതുവെ ആദരവുണ്ട്. പക്ഷെ ആ ആദരവ് അവർ വഹിക്കുന്ന കസേരയുടെ ചുമതലയുടെ അന്തസ്സ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ആദരവുണ്ടാവുക. ഈ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ 9:30 മാളയിൽ മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. ജില്ലയിൽ ദിവസവും 1,00,000-ഓളം പേർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തൃശൂർ, മാള, ചാലക്കുടി, ഗുരുവായൂർ ഡിപ്പോകളിലും ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, പുതുക്കാട് ഓപ്പറേറ്റിംഗ് സെന്ററുകളുമായി 126 ഓർഡിനറി ബസ്സുകൾ KSRTCക്കുണ്ട്. കൂടാതെ ലിമിറ്റഡ്, ടൗൺ ടു ടൗൺ, ഗ്രാമവണ്ടി എന്നിവയും ചേർത്ത് ദിവസവും 1000-ഓളം സർവീസുകൾ നടത്താനാകും. എന്നാൽ ജീവനക്കാരുടെ ക്ഷാമം, ബസ്സുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഒട്ടേറെ ട്രിപ്പുകൾ മുടങ്ങുക പതിവാണ്. നിലവിൽ 700-ഓളം ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ട്രിപ്പുകളിലും സാധാരണഗതിയിൽ പകുതിയോളം യാത്രക്കാർ സ്ത്രീകളാണ്. യാത്ര സൗജന്യമാകുമ്പോൾ വനിതകൾ കൂടുതലായി എത്തുമെന്നുറപ്പ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. ജോലി ചെയ്യുന്ന ആളാണ്? അല്ലല്ല, പഠിക്കുകയാണ്. ഞാൻ കോഴിക്കോടാണ് പഠിക്കുന്നത്, യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ മുതൽ പോവാലോ. സൗജന്യയാത്ര അനുവദിക്കുന്ന ബസ്സുകൾ തിരിച്ചറിയാനായി പദ്ധതിയുടെ പേരായ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. സ്ത്രീ, ട്രാൻസ്ജെൻഡർ യാത്രക്കാർ നിർബന്ധമായും 0 രൂപ രേഖപ്പെടുത്തിയ പ്രത്യേക ടിക്കറ്റ് കണ്ടക്ടറിൽ നിന്ന് വാങ്ങണം. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ 500 രൂപ പിഴ ഈടാക്കുമെന്നും KSRTC അറിയിക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച രാവിലെ 8:30 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും KSRTC ബസ്സിൽ യാത്ര ചെയ്യും. ഉദ്ഘാടന സർവീസ് നടത്തുന്ന ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളായിരിക്കും. ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും സൗജന്യ യാത്രയ്ക്ക് ടിക്കറ്റ് നൽകുക. ഓർക്കുക, നിങ്ങളുടെ കൂടെ 5 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടി ഉണ്ടെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. 15 കിലോയിൽ കൂടുതലുള്ള ലഗേജിനും ചാർജ് നൽകണം. അപ്പോൾ എല്ലാവർക്കും ശുഭയാത്ര. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. KSRTC സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് CPM MLA-മാർ വിട്ടുനിൽക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇക്കാര്യം അറിയിച്ചത്. KSRTCയിൽ ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യമെന്നല്ല നേരത്തെ പറഞ്ഞത്. മലബാറിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ലെന്നും ഇത് ആളെ പറ്റിക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF സർക്കാർ പറയുന്നതല്ല ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഓർഡിനറി ബസ് ഇല്ലാത്ത സ്ഥലമാണ് കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷ സ്ഥലവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊരു നാമമാത്രമായ ആളുകൾക്ക് കിട്ടാവുന്ന ഒരു ആനുകൂല്യം മാത്രമായിട്ട് ചുരുക്കുമ്പോൾ എന്താണോ നിങ്ങൾ പറഞ്ഞത്, ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആ പദ്ധതിയോട് ഞങ്ങൾക്ക് എതിർപ്പുള്ള കാര്യമല്ല. പദ്ധതിയെ ഞങ്ങൾ ആരും എതിർക്കൊന്നുമില്ല. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥ മേധാവികളുടെയും യോഗം ദേവസ്വം മന്ത്രി K മുരളീധരന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച ചേരും. രാവിലെ 10:30 ദേവസ്വം കോൺഫറൻസ് ഹാളിലാണ് യോഗം. ക്ഷേത്രത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, ഭക്തരുടെ ക്ഷേമത്തിനായി നടപ്പാക്കേണ്ട പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് ചർച്ച നടക്കും. ഗുരുവായൂർ വികസന പദ്ധതികൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കഴിഞ്ഞ ദിവസം ഏജൻസികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും 100 മീറ്റർ ഭൂമിയെടുപ്പിന്റെ നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച ഗുരുവായൂർ ക്ഷേത്ര നഗരവികസന സമിതിയെ ദേവസ്വം ചെയർമാൻ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇനിയൊരു ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. തിരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടാകുമെന്ന് പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന സ്വയം വിമർശനം ഉൾക്കൊണ്ട് തെറ്റുതിരുത്തി മുന്നോട്ടു പോകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി നേതൃ പുനഃസംഘടന എന്നത് ശുദ്ധ അസംബന്ധമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. EMS സ്മൃതി ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേതൃമാറ്റം വരും, അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുക, ഈ പാർട്ടി, അതിന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതിന്റെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുക എന്ന അജണ്ട ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ഈ പാർട്ടി മുമ്പോട്ടേക്ക് പോകും, തെറ്റുതിരുത്തി മുമ്പോട്ടേക്ക് പോകും. ആവശ്യമായ രീതിയിലുള്ള മാറ്റം പാർട്ടിയാണ് വരുത്തുക. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം നിരവധിയുണ്ട്. ഗവൺമെന്റിന് എല്ലാം ചെയ്യാനാകുമെന്ന മിഥ്യാബോധം ജനങ്ങളെയും പാർട്ടിയെയും ബാധിച്ചു. നമ്മുടെ പരിമിതി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഉള്ളടക്കമില്ലായ്മയാണ് പ്രധാന പ്രശ്നം. അതേസമയം പിണറായിയുടെയും തന്റെയും തലയിൽ എല്ലാം അടിച്ചേൽപ്പിച്ച് പാർട്ടിയെ ഇല്ലാതാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. 21 വരെ സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ ഓരോ വീട്ടിന്റെയും രക്ഷകനായിരുന്നു. ഈ മാധ്യമ ശൃംഖലകളും അതുപോലെ തന്നെ ഈ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അന്നു മുതൽ ആരംഭിച്ചു പിണറായിയെ ടാർഗറ്റ് ചെയ്യാൻ. എല്ലാ കാര്യങ്ങളും പിണറായിക്കെതിരായിട്ട് പ്രത്യേക നെറേറ്റീവ് ഉണ്ടാക്കി. ഒരു സംശയവും വേണ്ട, പാർട്ടിക്കെതിരായിട്ടാണ് വരിക. പാർട്ടിക്കെതിരായിട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മുമ്പിൽ നിൽക്കുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് വരും. കവി K സച്ചിദാനന്ദനെയും അദ്ദേഹം വിമർശിച്ചു. 10 വർഷമായില്ലേ, ഇനി ഭരണം മാറട്ടെ എന്ന സച്ചിദാനന്ദന്റെ തെരഞ്ഞെടുപ്പ് കാല പ്രസ്താവന പ്രതിപക്ഷ ആശയങ്ങളെ ഉപയോഗിച്ചുള്ള അപകടകരമായ ഒന്നായിരുന്നു. ഇത് ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കിടയിലും സ്വാധീനം ചെലുത്തി. സച്ചിദാനന്ദൻ പറഞ്ഞെന്താ, 10 കൊല്ലായില്ലേ, ഇനിയൊരു മാറ്റം ആവട്ടെ. നിർദോഷമായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടാവുക. കേരളത്തിൽ വലതുപക്ഷ ആശയത്തെ ഇടതുപക്ഷവൽക്കരിച്ച് അവതരിപ്പിച്ച ഇതുപോലെ അപകടകരമായ ഒരു കാര്യം വേറെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. വലതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷ ആശയത്തെ ഉപയോഗിച്ച് നമ്മളെ പൊളിക്കാൻ നടന്ന ഏറ്റവും ലളിതമായ ഒരു പ്രഖ്യാപനമായിരുന്നു. മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവർക്കൊപ്പം തന്നെ വിശ്വാസികളെയും ഉൾപ്പെടുത്തിയാലേ ഇടതുപക്ഷത്തിന് ശക്തമായി തിരിച്ചു വരാൻ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യൻ സമൂഹത്തിലെ, കേരളീയ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗം വിശ്വാസികളാണ്. വിശ്വാസികൾ ഒരിക്കലും വർഗീയവാദികളല്ല. അപ്പോൾ നമുക്ക് വർഗീയവാദികളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും കരുത്തുറ്റ ഇന്ത്യയിലെ ഒരു വലിയ ജനവിഭാഗം എന്ന് പറയുന്നത് വിശ്വാസികളാണ്. റീജിയണൽ തിയേറ്ററിൽ നടന്ന സെഷനിൽ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, സംഘാടക സമിതി ചെയർമാൻ K രാധാകൃഷ്ണൻ MP, ജനറൽ കൺവീനർ KV അബ്ദുൽ ഖാദർ, കൺവീനർ C ചന്ദ്രബാബു, KSKTU ജില്ലാ സെക്രട്ടറി TK വാസു, CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. രാഷ്ട്ര നിർമ്മാണ രംഗത്ത് സുപ്രധാന പങ്കുവഹിക്കുന്ന വനിതകളുടെ പ്രാതിനിധ്യം പാർലമെന്ററി മേഖലയിൽ കുറയുന്നത് ദൗർഭാഗ്യകരമാണെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട്. കേരളത്തിലെ അവസ്ഥ പരിതാപകരമെന്നും ബൃന്ദ കാരാട്ട് തൃശൂരിൽ പറഞ്ഞു. EMS സ്മൃതി ദേശീയ സെമിനാറിന്റെ ഭാഗമായി ലോകസഭയിലും നിയമസഭയിലുമുള്ള സ്ത്രീ സംവരണം എന്ന വിഷയത്തിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു ബൃന്ദ കാരാട്ട്.
പഴയ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നത്. ഇതിലൂടെ SC/ST സീറ്റുകൾ ഗണ്യമായി വെട്ടിക്കുറച്ചു. നാരീശക്തിയും വനിതാ സംവരണ ബില്ലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ ഇക്കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വനിതാ പ്രാതിനിധ്യം പേരിന് മാത്രമായി. പല കാര്യത്തിലും രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളം ഇക്കാര്യത്തിൽ ഏറെ പിന്നിലാണ്. നിലവിൽ ദേശീയ ശരാശരിയേക്കാൾ താഴെ മാത്രമാണ് കേരളത്തിലെ വനിതാ സംവരണ ശതമാനമെന്നത് പരിതാപകരമാണ്. And I'm sorry to say that in the last 5 assembly elections which were held just now, except Bengal where it was 12.5% women in the assembly, it's a pathetic situation. Puducherry 0 women today. Assam 8%. And Kerala, a state which has the best social indicators, it is an extremely sorry record that Kerala, which leads the country in literacy, in health, in education, patriarchy rules supreme, where you have only 7.6% women in the state assembly, which, my dear friends, is less than the low national average of 9%. And in Tamil Nadu also, it is around 8%. ആഗോളതലത്തിൽ 180 സ്ഥാനത്താണ് ഇന്ത്യ. അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പോലും 21% സ്ത്രീ സംവരണമുണ്ട്. സ്ത്രീകളുടെ പ്രാധാന്യം കുറയ്ക്കുന്ന പ്രവണത ഇല്ലാതാകണമെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കണമെന്നും വൃന്ദ കാരാട്ട് അഭിപ്രായപ്പെട്ടു. The rest of the world has moved on. Our neighbors, Nepal has 34% women. Pakistan has 21.7% women. And we, what do we have? Less than 13%, around 13%. India is 150th out of 183 countries in the list given by the Inter-Parliamentary Union. What a shame. This is Nari Shakti and Nari Vandan India style. So we have to change that. തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷമില്ലാതായ BJP പ്രതിപക്ഷ ഐക്യം തകർക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർത്തിയത്. പല ബില്ലുകളും ഭേദഗതി ചെയ്യുന്നത് അധികാരം നിലനിർത്താൻ വേണ്ടിയാണെന്നും വൃന്ദ കാരാട്ട് കൂട്ടിച്ചേർത്തു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സെമിനാറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, കവിയും എഴുത്തുകാരിയുമായ വിജയരാജ മല്ലിക, FSCTO ജില്ലാ സെക്രട്ടറി C സുധീഷ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. വീണ്ടും ഒരു ലോകകപ്പ് സ്വപ്നവുമായി ജർമ്മനി ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങുന്നു. 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ നേരിടുന്നത് ആദ്യ ലോകകപ്പ് കളിക്കുന്ന ക്യുറസാവോയാണ്. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഡച്ച് കരീബിയൻ ദ്വീപായ ക്യുറസാവോ. ഏറ്റവും ഒടുവിൽ 2014 ലോക ചാമ്പ്യന്മാരായ ജർമ്മനി സമീപകാല തകർച്ചകളിൽ നിന്ന് തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ്. ഹൂസ്റ്റണിൽ നടക്കുന്ന മത്സരത്തിന് രാത്രി 10:30 കിക്ക് ഓഫ്. ലോകകപ്പിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ സമനിലയിൽ തളച്ച് മൊറോക്കോ. രാത്രി ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ മഞ്ഞപ്പടയെ 1-1 എന്ന നിലയിലാണ് മൊറോക്കോ തളച്ചത്. മൊറോക്കോയ്ക്കായി ഇസ്മയിൽ സായിബാറിയും ബ്രസീലിനായി വിനീഷ്യസ് ജൂനിയറും ഗോൾ നേടി. ഇരു ടീമുകളും ആവേശകരമായ മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് ഗോൾ നേടാൻ സാധിച്ചില്ല. സമനിലയിലായതോടെ ഗ്രൂപ്പ് സിയിൽ ബ്രസീലും മൊറോക്കോയും ഓരോ പോയിന്റ് പങ്കിട്ടു. ലോകകപ്പിലെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ അവസാന നിമിഷം സമനില പിടിച്ചെടുത്ത് ഖത്തർ. ഇഞ്ചുറി ടൈമിന്റെ 4-ാം മിനിറ്റിൽ ബോലം ഖൌക്കി നേടിയ ഹെഡർ ഗോളാണ് ഖത്തറിന് വിലപ്പെട്ട ഒരു പോയിന്റ് സമ്മാനിച്ചത്. മത്സരം 1-1 എന്ന നിലയിലാണ് അവസാനിച്ചത്. മത്സരത്തിന്റെ ഭൂരിഭാഗവും സ്വിറ്റ്സർലൻഡിന്റെ നിയന്ത്രണത്തിലായിരുന്നു. തുടക്കത്തിൽ തന്നെ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ച അവർക്ക് 17-ാം മിനിറ്റിൽ ലീഡ് നേടാനായി. പെനാൽറ്റിയിലൂടെ ബ്രൈൽ എംബോളയാണ് ഗോൾ നേടിയത്. അതേസമയം മലയാളികൾ കാത്തിരുന്ന തലശ്ശേരിക്കാരൻ തഹസിൻ മുഹമ്മദ് ജംഷീദിന് ലോകകപ്പ് വേദിയിൽ കളത്തിൽ ഇറങ്ങാനായില്ല. മത്സരത്തിൽ പകരക്കാരുടെ പട്ടികയിൽ തഹസിന്റെ പേരുണ്ടായിരുന്നുവെങ്കിലും അവസരം ലഭിച്ചില്ല. പുന്നൂക്കര സെന്റ് ജോസഫ് ഇടവകയിലെ 20ഓളം കുട്ടികളും യുവജനങ്ങളും വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ ചേർന്നൊരുക്കിയ വേൾഡ് കപ്പ് തീം സോങ് ശ്രദ്ധേയമാകുന്നു. കാലുപന്തു കളി കാണാൻ പോകാം പിള്ളേരെ, ഉരുളും പന്തിനൊപ്പം ചേർന്നു തുള്ളാം പിള്ളേരെ, ഉരുളും പന്തിനൊപ്പം ചേർന്നു തുള്ളാം പിള്ളേരെ. കാൽപന്ത് കളി കാണാം ആവേശത്തോടെ ആഹ്ലാദത്തോടെ എന്ന പേരിലാണ് തീം സോങ് പുറത്തിറക്കിയിരിക്കുന്നത്. ഭാഷയും ദേശവും രാജ്യവും പലതാണെങ്കിലും
ഫുട്ബോൾ കളിയുടെ മുന്നിൽ നമ്മൾ ഒന്നാണ് എന്ന സന്ദേശം പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് തീം സോങ്ങിന്റെ വരികൾ. ഫിഫ വേൾഡ് കപ്പിന്റെ ഗാനമൊക്കെ കേട്ട് ആവേശത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ മക്കൾ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ വലിയ ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ പള്ളിയിൽ എന്തെങ്കിലും ആഘോഷം വേണ്ടേ? അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു, അച്ഛാ ഞങ്ങളും കളിക്കാൻ റെഡിയാണ്, ഷക്കീരയുടെ പോലെ കളിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കളിക്കാൻ ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞ മക്കളാണ്. അപ്പൊ ഇവരാണ് ഞങ്ങൾക്കൊരു പ്രോത്സാഹനം തന്നത്. ലോകത്തിന്റെ കാര്യങ്ങളിൽ കൂടെ നിന്ന് ഒരു പുതിയൊരു ചൈതന്യം കൊടുക്കുന്ന ഒരു ഇടവകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടവര്, ഇനി ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കാണണം എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നല്ല വേൾഡ് കപ്പ്, നല്ല ടീമുകൾ, ഒരുമിച്ച് കളിക്കുന്നവര്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവര്, ഒരുമിച്ച് കൂട്ടായ്മയിൽ നിൽക്കുന്നവര് ഈ വർഷത്തെ വേൾഡ് കപ്പ് നേടട്ടെ. രചനയും സംഗീതവും നിർവഹിച്ച പൊന്നൂക്കര ഇടവക വികാരി ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ കുട്ടികളും യുവതീ യുവാക്കളുമായി പാട്ടിനൊപ്പം വയ്ക്കുന്ന ചുവടുകൾ കാണികളിലും ആവേശം പടർത്തും. കാൽപന്താവേശത്തിൽ രാജ്യങ്ങൾ ഒന്നാവുകയും ജനഹൃദയങ്ങളിൽ ആനന്ദാവേശങ്ങൾ നിറയുകയും ചെയ്യുന്ന വേളയിൽ ലോകകപ്പ് ആവേശത്തിന് ചടുല താളവും ഈണവും പകരുകയാണ് വൈദികനും കൂട്ടുകാരും പാടിയും ആടിയും തിമിർക്കുന്ന ഈ തീം സോങ്. രാജ്യം പലത്, എല്ലാം 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 പലതാണ്. രാജേഷ് ക്യാമറയും ഗോഡ്വിൻ ജിയോ സാബു കീബോർഡും മീവൽ എഡിറ്റിംഗും നിർവഹിച്ചു. ഓൾട്ര ബോയ്സ്, CLC, KCYM അംഗങ്ങൾ ചേർന്നാണ് നൃത്തമൊരുക്കിയത്. രാജ്യങ്ങൾ ചേരുമ്പോൾ ഹൃദയങ്ങൾ ചേരുന്നേ, ഹൃദയങ്ങൾ ചേരുമ്പോൾ ആനന്ദം നിറയുന്നേ, നമ്മളെല്ലാം ഒന്നായി തീരും നേരം കോടാണേ. TCV തൃശ്ശൂർ. സമയവും സമാധാനവും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തവണ ലോകകപ്പ് മത്സരങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ലാത്തത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പറവട്ടാനി പെലെ സ്റ്റേഡിയത്തിലെ കുട്ടികളെ സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചെറുപ്പം മുതലേ ഫുട്ബോളിനോട് തനിക്ക് അതിയായ ഇഷ്ടമാണെന്നും അവസരം ലഭിക്കുമ്പോഴെല്ലാം മത്സരങ്ങൾ കാണാൻ ശ്രമിക്കാറുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കായിക രംഗത്ത് മുന്നേറുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനവും ആശംസകളും നേർന്ന അദ്ദേഹം ആത്മവിശ്വാസവും കഠിനാധ്വാനവും വിജയത്തിന്റെ അടിസ്ഥാനമാണെന്നും ഓർമ്മിപ്പിച്ചു. നമ്മുടെ സ്വപ്നങ്ങളും നമ്മൾ അതിനുവേണ്ടി ആ സ്വപ്നം ആരെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികളല്ല, ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ യഥാർത്ഥ ഫുട്ബോളേഴ്സ് വളർന്നു വരും, അവർക്കുള്ള ഉത്തേജകമായി മാറുന്നത്. അങ്ങനെ ടീമുണ്ടായി വരണം. നമുക്ക് അങ്ങനെ ഒരു ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന സാഹചര്യമുണ്ട്. അത് അടുത്ത തവണ ഇല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ അത് സാധ്യമാകുമെന്ന് വിചാരിക്കാം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. തിരികെ വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി മുട്ടിക്കലിൽ കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്ക്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുകയായിരുന്ന പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ പാലക്കാട് സ്വദേശികളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ സുവർണ, രഞ്ജിത്ത്, വിനോദ്, ബാലസുബ്രഹ്മണ്യൻ, സുകുമാരി എന്നിവരെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പഴഞ്ഞി അഞ്ഞൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ കാട്ടകമ്പൽ സ്വദേശി മരിച്ചു. കാക്കശ്ശേരി വീട്ടിൽ 72 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ബെന്നിയെ ബൈക്ക് ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അപകടത്തിൽ പഴഞ്ഞി സ്വദേശികളായ അനീഷ്, സുനി എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡിസൈനർ പാർക്കായ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മെയ് 31 വരെ സന്ദർശിച്ചത് 2,58,000 പേർ.
135 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പുറമെ 1,78,000 മുതിർന്ന പൗരന്മാരും 48,000 കുട്ടികളും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന 136 പേരും പാർക്ക് സന്ദർശിച്ചതായി അധികൃതർ അറിയിച്ചു. ഈ വർഷം ഫെബ്രുവരി 28 പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. കുട്ടികൾക്ക് 20 രൂപയും സീനിയർ സിറ്റിസൺസിന് 30 രൂപയും മറ്റുള്ളവർക്ക് 70 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. മാള വൈന്തലയിൽ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ടാങ്കിൽ വീണ് പമ്പ് ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശി പെരേപ്പാടൻ വീട്ടിൽ 45 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. വെള്ളം പരിശോധനയ്ക്ക് എടുക്കാനായി പോയ ജോസഫിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജോസഫിനെ ടാങ്കിനകത്ത് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മാളയിൽ നിന്നെത്തിയ അഗ്നിശമന വിഭാഗം ജോസഫിനെ പുറത്തെടുത്ത് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി ഷിഗില്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാർലിക്കാട് സ്കൂൾ പരിസര പ്രദേശം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഡിവിഷൻ കൌൺസിലർ സുനിത മണികണ്ഠന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് FHCയിലെ ആരോഗ്യ പ്രവർത്തകരും ചെയിൽസ് ക്ലബ് അംഗങ്ങളും CDS, ADS, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാപ്രവർത്തകർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മാനവികതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ലോക രക്തദാതാ ദിനവും. രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ച കാൾ ലാൻസ്റ്റീനറിന്റെ ജന്മദിനമായ ജൂൺ 14 ലോക രക്തദാതാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 2004 മാനവികതയുടെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ സന്ദേശം. കൃത്യമായ ഇടവേളകളിൽ രക്തദാനം ചെയ്യുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഹൃദ്രോഗബാധയ്ക്കുള്ള സാധ്യത കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ രക്തദാനം ശീലമാക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് അതിനാലാണ്. 1628 വില്യം ഹാർവി രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ച ശേഷമാണ് ഞരമ്പിൽ നിന്ന് രക്തമെടുക്കാനും ഞരമ്പിലേക്ക് രക്തം കയറ്റാനും കഴിയുമെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയത്. ഒരാളിൽ നിന്നെടുക്കുന്ന രക്തം വിവിധ ഘടകങ്ങളാക്കി വേർതിരിച്ച് ഒന്നിലധികം രോഗികൾക്ക് അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നൽകുന്ന സംവിധാനം ഇപ്പോൾ ഒട്ടുമിക്ക രക്തബാങ്കുകളിലുമുണ്ട്. രോഗിക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു രക്തഘടകം ദാതാവിൽ നിന്ന് കൂടുതൽ അളവെടുക്കുകയും മറ്റ് ഘടകങ്ങൾ ദാതാവിന്റെ ശരീരത്തിലേക്ക് തന്നെ യന്ത്രസഹായത്താൽ തിരിച്ചു കയറ്റുകയും ചെയ്യുന്ന അഫ്രസിസ് യൂണിറ്റ് സംവിധാനവും ഇപ്പോഴുണ്ട്. മാനവികതയുടെയും ദീനാനുകമ്പയുടെയും മാതൃകകളാകുന്നവരാണ് രക്തദാതാക്കളെന്ന് ഈ ദിനാചരണം ഓർമ്മിപ്പിക്കുന്നു. TCV തൃശൂർ. കാട്ടകമ്പാൽ മാർ ഇഗ്നീഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. പള്ളി കോമ്പൗണ്ടിലുള്ള മുൻ വികാരി ഫാദർ PP സൈമണിന്റെ കല്ലറയിൽ വിളക്ക് കത്തിക്കുന്ന ഊട്ടുവിളക്കും പള്ളിയുടെ നടുമുറി കുരിശുപള്ളിക്ക് മുൻവശം വിളക്ക് കത്തിക്കുന്ന തൂക്കുവിളക്കുമാണ് മോഷണം പോയത്. പള്ളി അധികൃതർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മോഷണത്തിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ബൈക്കിലെത്തിയ 2 പേരിൽ ഹെൽമറ്റ് ധരിച്ച ഒരാൾ പള്ളി ഗേറ്റ് ചാടിക്കടന്ന് വിളക്കുകൾ എടുത്തുകൊണ്ടു പോകുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. കൊടുങ്ങല്ലൂർ TKSപുരത്ത് മോട്ടോർ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ യുവാക്കൾക്ക് പരിക്ക്. ഇടുക്കി സ്വദേശി മുറുക്കിയാൽ വീട്ടിൽ അനന്തു, എറണാകുളം സ്വദേശി പുതുപ്പറമ്പ് വീട്ടിൽ അഭിജിത്ത് മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ബൈക്കുകളിലായി 3 സുഹൃത്തുക്കൾ കൊടുങ്ങല്ലൂരിൽ വന്ന് മടങ്ങിപ്പോകുമ്പോൾ വൈക്കം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തൃശൂരിൽ നടന്ന 5ാമത് സംസ്ഥാന സീനിയർ ഫാസ്റ്റ് 5 നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാട് ജില്ലാ വനിതാ ടീം ചാമ്പ്യന്മാരായി. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കോഴിക്കോട് ജില്ലയെ 18-28 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് പാലക്കാട് ജേതാക്കളായത്. എറണാകുളം, വയനാട് ടീമുകളാണ് 3ഉം 4ഉം സ്ഥാനം നേടിയത്. സമാപന ചടങ്ങിൽ സംസ്ഥാന നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് S. നജിമുദ്ദീൻ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. ഗോഡ്സൺ ബാബു, UP സാബിറ, ജൂഡ് ആന്റണി, S. ശശിധരൻ നായർ, വിൻസെന്റ് കാട്ടുകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Gold and Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. RSS മേധാവിയുടെ പരിപാടിയിൽ സംസ്ഥാനത്തെ 3 VC-മാർ പങ്കെടുത്തത് വിവാദമാകുന്നു. VC-മാർ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിവൃത്തിയില്ലാതെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കബളിപ്പിക്കുകയാണെന്ന് BJP. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കം. ജില്ലാതല ഉദ്ഘാടനം മാളയിൽ മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. ഗുരുവായൂർ ക്ഷേത്ര നഗര വികസനം ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം തിങ്കളാഴ്ച. പ്രതീക്ഷയുടെ ഗുരുഭവനപുരി. തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടാകുമെന്ന് പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന സ്വയം വിമർശനം ഉൾക്കൊണ്ട് തെറ്റിദ്ധരുത്തി മുന്നോട്ടു പോകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. രാഷ്ട്ര നിർമ്മാണ രംഗത്ത് സുപ്രധാന പങ്കുവയ്ക്കുന്ന വനിതകളുടെ പ്രാതിനിധ്യം പാർലമെന്ററി മേഖലയിൽ കുറയുന്നത് ദൗർഭാഗ്യകരമാണെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട്. വീണ്ടും ഒരു ലോകകപ്പ് സ്വപ്നവുമായി ജർമ്മനി ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങുന്നു. 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ നേരിടുന്നത് ക്യുറസാവോയ. മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ സമനിലയിൽ തളച്ച് മൊറോക്കോ. എരുമപ്പെട്ടി മുട്ടിക്കലിൽ ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്ക്. അപകടം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.